ലോക വയോജന ദിനം ആചരിച്ചു. ആം ഓഫ് ഹോപ്പ് ചാരിറ്റബിൾ ട്രസ്റ്റ് വയോജന സൗഹൃദ സമ്പർക്ക പരിപാടി റാന്തലിന്റെയും കോടഞ്ചേരി ഗ്രാമപഞ്ചായത്ത് മൈക്കാവ് പകൽ വീടിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ലോക വയോജന ദിനം മൈക്കാവ് പകൽ വീട്ടിൽ വെച്ച് ആഘോഷിച്ചു. ആം ഓഫ് ഹോപ്പ് ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രസിഡന്റ് ഫാദർ പോൾ മരിയ പീറ്റർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കോടഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അലക്സ് തോമസ് ചെമ്പകശ്ശേരി ഉദ്ഘാടനം നിർവഹിച്ചു. സ്നേഹം നിറഞ്ഞ വയോജന ക്ലബ്ബ് അംഗങ്ങളെ, സുഹൃത്തുക്കളെ, കോടഞ്ചേരി ഗ്രാമപഞ്ചായത്തിന്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ഭരണസമിതി അധികാരത്തിൽ വന്നപ്പോൾ ഞങ്ങൾ അന്ന് ക്ഷേമകാര്യ ചെയർപേഴ്സണാണ് റിയാന സുബൈർ, ഞങ്ങൾ എടുത്തു. കാരണം ഒരു വികസന പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ അടിസ്ഥാനപരമായി ഏത് കാര്യങ്ങൾക്ക് പ്രാമുഖ്യം നൽകണം. റോഡിന്റെ കണക്കെടുത്തപ്പോൾ 394 കിലോമീറ്റർ റോഡുണ്ട്. ശരാശരി റോഡുകളൊക്കെ വലിയ കുഴപ്പമില്ല. പക്ഷെ മുഴുവൻ റോഡുകളും പരിഹരിക്കാനുള്ള പ്രാപ്തി, സാമ്പത്തിക ശേഷി നമുക്കില്ല. എന്നാൽ മുഖ്യ അജണ്ടയായിട്ട് നമ്മൾ എടുക്കാൻ തീരുമാനിച്ചത്, അന്ന് പരിശോധിച്ചപ്പോൾ കുടിയേറ്റ കാലഘട്ടങ്ങളിൽ ചെറിയൊരു വീടും അതുവരെ മക്കളും ആയി വിശാലമായ കുടുംബമായിരുന്നെങ്കിൽ ഇന്ന് വലിയൊരു വീടും അതിനേക്കാൾ വലിയൊരു മതിലും അതിനുള്ളിൽ 1-2 പ്രായമായവരുമാണ് ഉള്ളതെന്ന് ഒരു കണക്ക് നോക്കിയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി. അന്നേരം വയോജന പരിപാലനം വയോജന സൗഹൃദമാക്കി മാറ്റുക എന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു അജണ്ടയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അങ്ങനെ 12 മുഖ്യ അജണ്ടകളെ അടിസ്ഥാനമാക്കിയാണ് കഴിഞ്ഞ 5 വർഷത്തെ ഭരണസമിതിയുടെ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളത്. അതിൽ ഏറ്റവും വിജയകരമായി നടപ്പിലാക്കി എന്ന് നമുക്ക് അഭിമാനത്തോടെ പറയാൻ സാധിക്കുന്ന ഒരു പ്രവർത്തനം വയോജന സൗഹൃദ ഗ്രാമപഞ്ചായത്ത് എന്നതാണ്. ഇന്ന് തന്നെ ഗ്രാമപഞ്ചായത്ത് 2 പരിപാടികൾ ഉദ്ഘാടനം ചെയ്തിട്ടാണ് ഞങ്ങൾ വരുന്നത്. ഒന്ന് കോംട്രസ്റ്റ് കണ്ണാശുപത്രിയുമായി സഹകരിച്ചുകൊണ്ട് പ്രായമായവർക്കും അല്ലാത്തവർക്കും, പ്രായമായവർക്ക് മുൻഗണനയുണ്ട്, അവർക്ക് ശസ്ത്രക്രിയ അടക്കം സൗജന്യമായി നൽകുന്ന വിധത്തിൽ ഒരു സഞ്ചരിക്കുന്ന ക്ലിനിക്ക് ഇന്ന് പഞ്ചായത്തിൽ എത്തിയിട്ടുണ്ട്. 100-120 ആളുകൾ അവിടെ എത്തി കണ്ണിന് പരിശോധന നടത്തി തിമിരമടക്കമുള്ള പല ശസ്ത്രക്രിയകളും സൗജന്യമായും സബ്സിഡി നിരക്കിലും ഒക്കെ ചെയ്യാൻ ഒരു സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. രണ്ടാമത്തെ ഒരു ഉദ്ഘാടനം എന്ന് പറയുന്നത് നമ്മുടെ വാർഷിക പദ്ധതി നിങ്ങളിൽ പലരും അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു സഹായ ഉപകരണങ്ങൾക്ക് വേണ്ടി. അത് കേൾവി സഹായ ഉപകരണങ്ങൾക്ക് അപേക്ഷിച്ച 25 പേർക്കുള്ള കേൾവി സഹായ ഉപകരണങ്ങൾ ഇന്ന് കെൽട്രോണിന്റെ സഹായത്തോടു കൂടി നമ്മൾ വിതരണം ചെയ്തു. അതേപോലെ മനോഹരങ്ങളായ വിവിധ പരിപാടി കഴിഞ്ഞ ദിവസം അച്ഛൻ്റെ തന്നെ നേതൃത്വത്തിൽ നമ്മൾ ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിനത്തിൽ പാറമല പകൽ വീട്ടിലെ 60 അംഗങ്ങൾ പങ്കെടുത്തുകൊണ്ട് അവിടുത്തെ ആരോഗ്യ മേഖലയിലെ പ്രധാനപ്പെട്ട ആയുർവേദ ആശുപത്രിയും അതിന്റെ പരിസരവും ഔഷധത്തോട്ടവും എല്ലാം ശുചീകരിച്ചു. മനോഹരമായ ഔഷധത്തോട്ടത്തിൽ ഇവിടെ എങ്ങും കണ്ടിട്ടില്ലാത്ത വലിയൊരു പൂമ്പാറ്റനെയൊക്കെ കാണുവാൻ ഞങ്ങൾക്ക് സാധിച്ചു. എന്നാൽ പ്രകൃതിയെ സംരക്ഷിക്കേണ്ട പ്രാധാന്യം ഇന്നലകളിലെ മുതിർന്ന കാരണവന്മാർ ഈ നാടിനെ എങ്ങനെ പരിപാലിച്ചു എന്ന സന്ദേശം പൊതുസമൂഹത്തിന് നൽകുവാനും ഒക്കെ സാധിക്കുന്നുണ്ട്. പലപ്പോഴും ഞാൻ പറയാറുള്ള കാര്യമാണ്, ജനപ്രതിനിധികളുടെ അല്ലെ പ്രാദേശിക സർക്കാർ ആയിക്കോട്ടെ, സംസ്ഥാന സർക്കാർ ആയിക്കോട്ടെ, കേന്ദ്ര സർക്കാർ ആയിക്കോട്ടെ, അവർ മുന്നോട്ട് വെക്കുന്ന വികസന സങ്കല്പങ്ങൾ അത് പ്രായോഗികവൽക്കരിക്കുന്നത് ഉദ്യോഗസ്ഥരും അല്ലെങ്കിൽ അനുബന്ധ തലത്തിൽ പ്രവർത്തിക്കുന്നവരുമാണ്. എന്നാൽ പഞ്ചായത്തിനെ സംബന്ധിച്ചുള്ള ഉദ്യോഗസ്ഥ സംവിധാനം എന്ന് പറഞ്ഞാൽ പരിമിതമാണ്. എന്നാൽ ഈ പ്രവർത്തനങ്ങൾ ഇപ്പോൾ ICDS ആണ് ശരിക്കും നമ്മുടെ ഇതിന്റെ എല്ലാ പ്രവർത്തനം നടത്തേണ്ടത്. അവരെ കൊണ്ട് കഴിവിന്റെ പരമാവധി അവർ നടത്തുന്നുണ്ട്. അംഗനവാടികളുടെ ഒപ്പം തന്നെ വയോജന പരിപാലനം അവർ നടത്തുന്നുണ്ട്. പക്ഷേ ആം ഓഫ് ഹോപ്പ് പോലെയുള്ള ഒരു ചാരിറ്റബിൾ ഓർഗനൈസേഷനെ നമ്മുടെ ഒരു സഹായ ഏജൻസിയായി ലഭിച്ചു എന്നതാണ് നമ്മുടെ ഈ മേഖലയിൽ ഇത്രയും വലിയ മുന്നേറ്റം നടത്താൻ സാധിച്ചിട്ടുള്ളത്. നിങ്ങളോട് കൂടി എപ്പോഴും ആയിരിക്കുവാനും നിങ്ങളുടെ വികാര വിചാരങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കുവാനും ഒക്കെ ബഹുമാനപ്പെട്ട പോളച്ചന്റെ നേതൃത്വത്തിൽ സാധിക്കുന്നുണ്ട് എന്നത് ഒത്തിരിയേറെ സന്തോഷമാണ്. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞുള്ളൂ, ഈ വർഷത്തെ ഏറ്റവും വയോജന സൗഹൃദ ഗ്രാമപഞ്ചായത്തേക്ക് ഉളവണ്ണ പഞ്ചായത്തിനെ തെരഞ്ഞെടുത്തത്. അവരൊരു വീഡിയോ ആക്കിയിരുന്നു, നിങ്ങൾ ചിലരൊക്കെ കണ്ടിട്ടുണ്ടാവും. അന്നേരം അവരൊക്കെ കാണിച്ചിരിക്കുന്ന ആക്ടിവിറ്റികൾ, എത്രയോ അധികം ആക്ടിവിറ്റികൾ, ആളുകൾ എല്ലാം നമ്മുടെ പരിപാടിക്കുണ്ട്. പക്ഷെ ഡോക്യുമെന്റേഷൻ കൃത്യമായി നമ്മൾ മുകളിലേക്ക് എത്തിക്കുന്നതിലോ അല്ലെങ്കിൽ അതിന്റെ തെരഞ്ഞെടുപ്പിൽ കാണിക്കുന്നതിന്റെ പോരായ്മകളോ ഒക്കെയാണ് ആ സൗഹൃദ പട്ടം ഔപചാരികമായി നമുക്ക് ലഭിച്ചിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഈ മലയോര മേഖലകളിൽ വയോജന സൗഹൃദ പ്രവർത്തനങ്ങളിൽ നിതാന്തര ജാഗ്രത ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി പുലർത്തുന്നുണ്ട്. അതിന് വേണ്ടുന്ന പിന്തുണ എല്ലാ വയോജന ക്ലബ്ബുകളും നൽകുന്നുണ്ട്. നിങ്ങളുടെ പ്രവർത്തനങ്ങൾ കണ്ട ആവേശം കൊണ്ട് പല മേഖലകളിലും പുതിയ പുതിയ വയോജന ക്ലബ്ബുകൾ രൂപപ്പെട്ടു വരുന്നുണ്ട്. നല്ല കാലത്തല്ല ഓടി നടന്ന് അധ്വാനിച്ച് സമ്പാദിച്ച് വാർദ്ധക്യത്തിൽ ഒറ്റയ്ക്കാകുന്നവരുടെ എണ്ണം അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുക. ഇന്നലെ എൻ്റെ അടുത്ത് ഒരു അപ്പച്ചൻ വന്നു. അദ്ദേഹത്തിന് പെൻഷൻ അടക്കം ഇപ്പം മക്കളുടെ അക്കൗണ്ടിലേക്ക്, അന്നേരം അക്കൗണ്ടിലാണ് മക്കളുടെ കയ്യിലാണ് കിട്ടുന്നത്. അദ്ദേഹത്തിന് മറവി ഉള്ളതുകൊണ്ട് പുറത്തേക്ക് വിടുന്നില്ല. ഒറ്റയ്ക്ക് കൊച്ചുമക്കളൊക്കെ വിദേശ രാജ്യങ്ങളിലാണ്. ഈ മോനും മരുമോളും ജോലി തിരക്കുമായിട്ട് പോകുന്നു. ഒറ്റയ്ക്കിരുന്ന് അദ്ദേഹം മടുത്തു. ലോകവുമായിട്ട് സ്ഥിരമായി പുറത്തിറങ്ങി സഞ്ചരിച്ച് സ്വന്തം കാര്യങ്ങൾക്ക് ആരെ ആശ്രയിക്കാതിരുന്ന മനുഷ്യൻ ഏകാന്തതയിൽ മാനസികമായി തന്നെ അധിക ഡിപ്രഷനിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. ഇത് ഒരു അപ്പൻചേട്ടന്റെ പ്രശ്നമൊന്നുമല്ല, നിരവധി കുടുംബങ്ങളിൽ നിന്ന് അഭിമുഖീകരിക്കുന്ന പ്രശ്നമാണ്. അതുകൊണ്ട് പുതുതലമുറ ജീവിതത്തിന്റെ ഓട്ടപ്പാച്ചിൽ തിരക്കുകൾക്കിടയിൽ പോകുമ്പോൾ
ജീവിതത്തിന്റെ സായം സന്ധ്യയിൽ അല്ലെ വിശ്രമവേളയിൽ ഒറ്റയ്ക്കിരിക്കുന്നവർക്ക് ഒരുമിച്ചിരിക്കാൻ ഒരു ഇടമുണ്ടാവുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. സമാന ദുഃഖിതരായ ആളുകൾക്ക് പരസ്പരം പങ്കുവെച്ച് ആ ദുഃഖങ്ങളെ ഇല്ലാതാക്കാൻ പറ്റുക എന്നത് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ, മക്കളുടെ ആയിക്കോട്ടെ, കൊച്ചുമക്കളുടെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ തന്നെ ആയിക്കോട്ടെ, ആ സന്തോഷങ്ങൾ മറ്റൊരാളോട് പങ്കുവെക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ആനന്ദം, മാനസിക ഉല്ലാസം എന്ന് പറയുന്നത് വളരെ വലുതാണ്. മുൻകാലങ്ങളിൽ നമ്മുടെ ശരീരവും മനസ്സും ഒരേ വേഗത്തിൽ ഓടിയിരുന്നെങ്കിൽ ഇന്ന് പ്രായമാകുമ്പോൾ മനസ്സോടുന്ന അത്ര വേഗത്തിൽ ശരീരത്തിന് എത്താൻ സാധിക്കില്ല. സ്വാഭാവികമാണ്. അത് ആർക്കാണെങ്കിലും ആ തരത്തിലാണ്. ഈ കഴിഞ്ഞ ദിവസം ഇതുപോലെ ഒരു ക്യാമ്പിൽ ഞാൻ കണ്ണു പരിശോധിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു കണ്ണാടി വെക്കാൻ സമയമായി എന്ന്. എന്നാൽ ഞാൻ മാനസികമായി എന്റെ ബോധിപ്പിക്കുന്നത് പ്രായമാകുന്നുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുകയാണ്. എന്നാൽ മനസ്സും ശരീരവും തമ്മിലുള്ള സിൻക്രണൈസേഷൻ അത് കൃത്യമായി നടക്കുക എന്നത് പറയുന്നത് സന്തുഷ്ടകരമായ ജീവിതം മുന്നോട്ട് നീക്കാൻ വളരെ പ്രധാനപ്പെട്ടതാണ്. എന്നാൽ അത്തരം ഒത്തുചേരലുകൾക്ക്, കൂട്ടായ്മകൾക്ക് ഒരു പോസിറ്റീവ് എനർജി ലഭ്യമാക്കുക എന്നതാണ് ഇത്തരം കൂട്ടായ്മകൾ, വയോജന ക്ലബ്ബുകൾ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് പരിമിതിയുണ്ട് എന്ന ഉത്തമ ബോധ്യം ഈ ഭരണസമിതിക്കുണ്ട്. അധികം വൈകാതെ തന്നെ ഇവിടെ ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ തുടർച്ചയായി വരുന്ന ഭരണസമിതികൾ നൽകും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ജനങ്ങളുടെ കൂടെ നിൽക്കാൻ മാത്രമേ ഏത് ഭരണസമിതിക്ക് സാധിക്കുകയുള്ളൂ. സക്രിയമായ പ്രവർത്തനങ്ങൾ നടക്കുന്ന, ഊർജ്ജസ്വലമായി പ്രവർത്തിക്കുന്ന മേഖലകളിലേക്ക് ആവശ്യത്തിനുള്ള ഫണ്ടുകൾ എത്തിക്കുമെന്ന കാര്യം ഒരു സംശയവുമില്ല. ഈ കൂട്ടായ്മ വളരെ മനോഹരമായി ഇനിയും മുന്നോട്ട് പോകട്ടെ. നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്ന, നിങ്ങളുടെ മനസ്സിന് സമാധാനം നൽകുന്ന, സന്തോഷം നൽകുന്ന ഒരിടമായി നമുക്ക് ഈ പകൽ വീടിനെ മാറ്റുവാൻ സാധിക്കട്ടെ. മൈക്കാവ് പ്രദേശത്തിന്റെ ഊർജ്ജസ്വലമായ ചർച്ചകൾ നടക്കുന്ന, സക്രിയമായ ചർച്ചകൾ നടക്കുന്ന, ഈ നാടിന്റെ സ്പന്ദനങ്ങൾ മനസ്സിലാക്കുന്ന ഒരു ഹൃദയ ഭൂമിയായി നമ്മുടെ ഈ പകൽ വീടിനെ മാറ്റുവാൻ നമുക്ക് ഒത്തൊരുമിച്ച് പോരാടാം. അതിൽ ബഹുമാനപ്പെട്ട അച്ഛനടക്കമുള്ളവരുടെ പിന്തുണ നമുക്ക് ലഭിക്കട്ടെ. ലൈബ്രറി, ജനതാ ലൈബ്രറി അടക്കമുള്ള സാമൂഹ്യ പ്രതിബദ്ധതയുള്ള എല്ലാ സംഘടനകളും നമ്മുടെ കൂടെയുണ്ട്. ബഹുമാനപ്പെട്ട മെമ്പർ അടക്കമുള്ള ജനപ്രതിനിധികൾ നമ്മുടെ കൂടെയുണ്ട്. ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും, നിരവധി പരിപാടികൾ ഉള്ളതുകൊണ്ടാണ് അല്പം വൈകിപ്പോയത്, അതിൽ ക്ഷമാപണം നടത്തിക്കൊണ്ടും എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഈ വയോജന സംഗമം കൂട്ടായ്മ ഔപചാരിക പേരിൽ ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. മൈക്കാവ് പകൽ വീട് ട്രഷറർ മാർക്കോസ് സ്വാഗതം പറഞ്ഞു. വാർഡ് മെമ്പർമാരായ റിയാന സുബൈർ, ഷാജു BP, മൈക്കാവ് ജനതാ ലൈബ്രറി പ്രതിനിധി ലൈജു മാസ്റ്റർ, ആശാവർക്കർ സീന ദിലീഷ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ചടങ്ങിൽ പകൽ വീട് അംഗങ്ങൾ അവതരിപ്പിച്ച വിവിധങ്ങളായ കലാപരിപാടികൾ അരങ്ങേറി. ദുഃഖമൊരു ബിന്ദു, ബിന്ദുവിൽ നിന്നും ബിന്ദുവിലേക്കൊരു പെൻഡുലമാടുന്നു. ജീവിതം അതു ജീവിതം, സുഖമൊരു ബിന്ദു. സ്നേഹമാണൂറ്റിയിലേറ്റം പ്രധാനം, സ്നേഹം പോലില്ല മാറ്റൊന്നുമെനൂനം. സ്നേഹമാണീശ്വരനെന്നുള്ള സത്യം, സ്നേഹത്താൽ നാം വെളിവാക്കുക നിത്യം. സച്ചിദാനന്ദനം ലോകാവീരാവീരെ നിശ്ചലാഭക്തിയാവന്നിക്കുന്നൻ. പരിത്രാണനെടുത്തപ്പോൾ വാങ്ങുവാൻ മുതിർന്നെത്തി, പെരിയോർകളെ പോലെ ചെറിയോർകളും മുന്നിൽ. KV ജോൺ കോപ്രത്ത് നന്ദിയും പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, താമരശ്ശേരി.